ഹായ് ഗുഡ് മോർണിംഗ്. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗ് നല്ലൊരു എന്താ പറയുക, ഒരു സൺലൈറ്റ് സൺ കിസ്സൊക്കെ ആയിട്ടാണ് എണീക്കണത്. സോ വെൽക്കം ടു മൈ ചാനൽ എവരിബഡി. സോ ഞാൻ രാവിലെ എണീറ്റു. ഇതെൻ്റെ രാവിലെ എണീച്ചിട്ടുള്ള ഫേസാണ് ലിറ്ററലി. ദിസ് വീഡിയോ വിൽ ബി കംപ്ലീറ്റ്ലി എന്താ പറയുക, ഭയങ്കര നോർമലായിട്ടുള്ള കുറച്ച് മെസ്സി ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും ഞാൻ കാണിക്കാൻ പോണേ. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റിട്ട് ഇപ്പം ബെഡ്ഷീറ്റൊന്നും യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ വീഡിയോ എടുക്കണം കണ്ടുകൊണ്ട് ഞാനത് ചെയ്യുന്നതാണ്. ബട്ട് ദെൻ ഇറ്റ്സ് എ വെരി ഗുഡ് ഹാബിറ്റ് ദറ്റ് എവ്രിബഡി ക്യാൻ ട്രൈ ഇറ്റ്. ഇടയ്ക്കിടയ്ക്ക് മൂടൊക്കെ തോന്നുമ്പോൾ അത് ചെയ്യും. നല്ലൊരു ഗുഡ് ഇതിലാണ് ഇരിക്കണമെങ്കിൽ. ഓക്കെ, ആൻഡ് അതാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് ദെൻ ലേറ്റർ ഓൺ ഞാൻ ഇപ്പോൾ പല്ല് തേക്കാനായിട്ടാണ് അടുത്ത പരിപാടിയിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ പല്ല് തേക്കണ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുക എന്നുള്ളത്. അങ്ങനെ അതാണ് ആ ഒരു പ്രഹസനം കാണുന്നത്. രാവിലെ എണീച്ച് വെള്ളം കുടിക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാണിച്ചിട്ടില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതേ കണ്ണിൽ പോയി. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നോട് ഒന്ന് ക്ഷമിക്കണം. ആൻഡ് ഐ എം റിയലി സോറി ഫോർ മൈ മിസ്റ്റേക്സ്. ആൻഡ് so do let me know what and all I can improve for my next video. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴുകി ഇപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ഡ്രസ്സ് വേഷത്തിൽ നിന്നൊന്ന് മാറ്റി ഒരു നല്ല വേഷത്തിലേക്ക് മാറാമെന്നും പറഞ്ഞാണ് ഈ നൈറ്റി എടുത്തിട്ടത്. നൈറ്റി എല്ലാ പെൺപിള്ളേർക്കും അറിയാം, അവരുടെ ഒരു കംഫേർട്ട് സംഭവമാണ് ഈ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മുടി ചീകണമെന്നാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കും, ആക്ച്വലി നല്ല ബോറായിട്ടായിരിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കോഫി ഇടാനായിട്ട് പോകും, കുറച്ചൊരു എനർജിക്ക് വേണ്ടിയിട്ട്. കാരണം രാവിലെ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനപ്പോൾ അതെ കാപ്പി ആ സ്പൂൺ അതിലാവില്ല, അതുകൊണ്ട് സ്പൂണിൻ്റെ ബാക്ക് വശം ഇട്ടിട്ട് പിന്നെ കുറച്ച് കട്ടയായി പൊടി. അപ്പോൾ അത് കുത്തി ഇതാക്കുന്നതാണ് ഞാൻ ഈ കാണുന്നത്. എന്നിട്ട് ഞാൻ കോഫി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. എല്ലാവരും കോഫി ഉണ്ടാക്കുന്നത് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ കോഫി ഉണ്ടാക്കാറ്. ഓക്കെ, ഞാൻ എന്നിട്ട് ഇതേ പഞ്ചസാര ഇട്ടു. അപ്പോൾ കാപ്പി ഇടും, പിന്നെ കാപ്പിപ്പൊടി ഇടും, ലൈക്ക് കോഫി പൗഡർ, പിന്നെ പഞ്ചസാര ഇടും, പിന്നെ ഒന്ന് ഇളക്കും. അത് കഴിഞ്ഞിട്ട് പാല് ആണെങ്കിലും വെള്ളമാണെങ്കിലും വോട്ടെവർ അതെടുത്തിട്ട് നമ്മൾ കുറച്ചൊഴിക്കും. എന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കും, പിന്നെ വീണ്ടും ഒഴിക്കും. സോ ദാറ്റ്സ് ഹൗ ഞാൻ കോഫി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. കടുപ്പ് എനിക്ക് കുറച്ച് മേലെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം, മധുരം കൂടുതൽ നിൽക്കണേക്കാളും. അങ്ങനെ അതാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ, കാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാപ്പി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കുടിക്കും. എനിക്ക് മറ്റേ പോലെ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ നമ്മളിത് എൻ്റെ റൂമിൽ തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വർക്ക് ഉണ്ട് ആക്ച്വലി. സത്യം പറയാലോ, ഇത് ക്യാമറ അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നല്ല കോൺസെൻട്രേഷനോട് കൂടിയാണ് ഇപ്പുറത്ത് വർക്ക് ചെയ്യണത്. ക്യാമറ ഉള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് കയറ്റിയത് ആക്ച്വലി. ഞാനിതിൻ്റെ ഇടയിൽ പക്ഷേ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാപ്പി കുടിക്കാനായിട്ടൊക്കെ അതിൻ്റെ ഇടയിൽ എടുത്ത് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, അയ്യോ ഞാൻ വീഡിയോ എടുക്കാണല്ലോ എന്നുള്ള കാര്യം. പിന്നെ ഭയങ്കരമായിട്ടൊന്ന് സൂര്യൻ അടിച്ചിരുന്നു, പക്ഷെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. സൂര്യൻ നല്ലപോലെ മുഖത്തേക്ക് അടിച്ച് സൺ കിസ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്, വെള്ള നൈറ്റിയൊക്കെ ഇട്ടിട്ട്. പിന്നെയും ഐ കണ്ടിന്യൂഡ് മൈ വർക്ക് സത്യം പറയുകയാണെങ്കിൽ. എന്നിട്ട് സോ ദിസ് ഇസ് ജസ്റ്റ് എ മെസ്സി ഡേ. ഓക്കെ, മെസ്സി ഡേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാനിതിൽ കൊടുക്കാം. എന്നിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ഐ ഡിസൈഡഡ് ടു ഗോ ഫോർ മൈ റിയൽ വർക്ക്. ഐ മീൻ പുറത്ത് പോയി ചെയ്യണ വർക്ക്. അങ്ങനെ ഞാൻ റെഡി ആവുന്നു. ശരിക്കും വർക്ക് ഇടുന്ന ഞാൻ വേറൊരു ദിവസം എങ്ങനെയാണ് ഫുൾ ഫേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. പക്ഷേ ഇത് ഞാൻ വെറുതെ ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും, കണ്ണെഴുതും. ഇത്ര മാത്രമേ ഞാൻ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ ചെയ്യണ ഒരു പരിപാടി. വേറെ ഒന്നും ഞാൻ പൊതുവേ ചെയ്യാറില്ല. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു അബദ്ധം പറ്റും, എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടാവും. അപ്പം അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അവസാനം ഞാനൊരു വാസലിൻ ലോഷനൊക്കെ ഇട്ട് ഞാനത് റെഡിയാക്കും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ഫേസ് പരിപാടി, സ്കിൻ കെയർ പോലത്തെ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. ഒന്നുമില്ല, ആ ബ്ലഷ് എടുത്ത് അതേ തന്നെ കണ്ണിൽ തൂക്കുന്നില്ലായിരുന്നു. ഞാൻ മുഖത്ത് സത്യമായിട്ടും ഒരു സാധനം ഇട്ടിട്ടില്ല. ഓക്കെ, അത് തന്നെ ലിപ്സ്റ്റിക്. പിന്നെ ഇപ്പം കണ്ണെഴുതാനായിട്ട് പോകും, അതാണ് വാസലിൻ. ഞാൻ പറഞ്ഞില്ലേ, പുരുകം വെറുതെ
ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. അത് എല്ലാ അബ്രോഡ് സ്റ്റുഡൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതേ ഞാനിപ്പോൾ കണ്ണെഴുതുന്ന സാധനം തപ്പണതാണ് ആ കാണുന്നത്, അങ്ങനെ അത് കിട്ടും. എന്നിട്ട് പിന്നെ ഞാൻ യൂഷ്വലി അടിയിൽ കണ്ണെഴുതാണ്, ഞാൻ ഇങ്ങനെയാണ് എഴുതാറ്. മേലെ ചെയ്യുമ്പോൾ അത് വേറെ വ്യത്യാസമുണ്ട്, പക്ഷെ എന്തായാലും അടിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ. സോ എനിക്കത് ഒരു കറക്റ്റ് ഇതായിട്ട് കിട്ടും. എന്നിട്ട് എന്താ ഇതൊക്കെയാണ് ഞാൻ. അപ്പം അങ്ങനെ റെഡിയായി. പിന്നെ കുറച്ച് പ്രവർത്തനം കാണാം ഇപ്പോൾ. ലൈക്ക് ഐ വിൽ ഫീൽ ബ്യൂട്ടിഫുൾ വെനെവർ ഐ ഡ്രസ് അപ്പ്, ആഫ്റ്റർ ഐ ഡ്രസ് അപ്പ് വാട്ട് എവർ. സോ അതായിരിക്കും. പിന്നെ തണുപ്പ് കാരണം കൊണ്ട് നമുക്ക് ജാക്കറ്റ് നിരോധിക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ല, എത്ര നല്ല ഡ്രസ്സ് ഇട്ടാലും. പക്ഷെ ഇത് നല്ല ഡ്രസ്സൊന്നും അല്ല, നോർമൽ ഒരു വർക്കിന് പോകുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ഇത് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പൊതുവെ. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ എടുത്ത് എൻ്റെ മറ്റേ തലയേക്കാണ്. എനിക്ക് ചെവിയിൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല ജലദോഷം വരും. അതാണ് എൻ്റെ വോയിസിൽ ഇപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഇപ്പോഴും നല്ല മഞ്ഞുണ്ട്, അത്ര വെയിൽ നമ്മൾ രാവിലെ കണ്ടെങ്കിലും കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ കാറൊക്കെ തുറന്ന് നമ്മളുടെ പോവാണ്. ഐ തിങ്ക് കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു, പക്ഷെ സാരമില്ല, നമുക്കത് മാനേജബിൾ ആണ്. ഇവിടുത്തെ വണ്ടി തൊട്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ വാക്കിന് പോകാൻ. ഒരുപാട് ദൂരമൊന്നും യാത്ര ചെയ്യേണ്ട സ്ഥലമില്ല, അതനുസരിച്ച് അങ്ങനെ ഇറങ്ങാറുള്ളൂ. സോ അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. മഞ്ഞ് കണ്ടോ രണ്ട് സൈഡിൽ. ഇപ്പോഴും ഇവിടെ മഞ്ഞൊന്നും മാറിയിട്ടില്ല മൊത്തത്തിൽ. ഇത് ഞാൻ എങ്ങനെയോ എടുക്കുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ അവിടുത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് മരുന്ന് എടുത്ത് കൊടുക്കുന്നു. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, യു കെൻ സീ ദിസ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പോവാണെന്ന് പറഞ്ഞു അമ്മമ്മയുടെ അടുത്ത്. ആൻഡ് ബൈ പറഞ്ഞു. ആൻഡ് ദെൻ ഷീ വിൽ വേവ് ഫോർ മീ ടു. എനിക്കിപ്പോൾ വേവ് ചെയ്യാനായിട്ട് എനിക്കും തരും. ഷീ ഈസ് ബ്ലൈൻഡ് ആക്ച്വലി. അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കണേ. എനിക്കിതേ ഷീ ഈസ് സോ സ്വീറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അവസാനം പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ടയേർഡായിട്ടോ എൻ്റെ ഇടയിൽ കൂടെ. എനിക്ക് കാരണം എന്താ വെച്ചാൽ എനിക്കൊരു പണി കിട്ടി. സോ വേറൊരു പണി പോലത്തെ പണി കിട്ടി. ആൻഡ് വീട്ടിലെത്തല്ല, ഞാൻ വേറെ ഒന്നും ചെയ്യാനല്ല, എനിക്ക് ഒന്നും ചെയ്യാനുള്ളൊരു ഇതായിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ് എൻ്റെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഡിഡ്. ഞാൻ കുക്കാക്കുക, കഴിക്കുക, കുളിക്കുക, അതൊന്നും ഇതിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ വന്നു, ഞാൻ ലാപ്പ് ഓണാക്കി. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ ഡിഡ്. അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വെട്ടം ഞാൻ തന്നെ വന്നിട്ട് ലൈറ്റ് ഓണാക്കിയാലാണ് വീട്ടിൽ വെട്ടം വരും. കണ്ടോ, ഞാൻ വന്നു ഇങ്ങനെ തന്നെ കയറി വർക്കിന് സ്റ്റാർട്ട് ചെയ്തു. കാരണം ആക്ച്വലി ഇത് കുറേ നേരം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മൊത്തത്തിൽ ഫുൾ ഭയങ്കര ടയേർഡായി. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഇതിൽ അവസാനിപ്പിക്കാമെന്ന്. സോ അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കാണാം. ഐ ഡോണ്ട് നോ വെദർ ഐ വിൽ പുട്ട് ദാറ്റ് ഓർ നോട്ട്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്തായാലും അത് ആഡ് ആക്കിയിട്ടില്ല. സോ ഐ തിങ്ക് ഐ ഡോണ്ട് നോ, ദിസ് ഈസ് ലൈക്ക് എ ബ്ലണ്ടർ വീഡിയോ ഓർ സംതിങ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. മേ ബി ദിസ് വിൽ ബി എ ഗുഡ് സ്റ്റാർട്ടിങ്. ലേറ്റർ ഓൺ ഞാൻ ഇംപ്രൊവൈസ് ചെയ്യും, പയ്യെ എല്ലാം റെഡി ആക്കും. ആൻഡ് ദിസ് വാസ് എ ഡ്രീം. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം സ്റ്റാർട്ടാക്കണം, കുറേ നാളായി ശ്രമിക്കണോ. സോ അങ്ങനെ ഞാൻ അവസാനം ഇത് തുടങ്ങി. തലവേദന എടുത്തിരിക്കുന്ന. സോ ഗൈസ്, ഞാൻ മൊത്തത്തിൽ ഫുള്ളായിട്ട് തളർന്നു വേണമെങ്കിൽ പറയാം. വെരി ടയർഡ്, ലൈക്ക് ലിറ്ററലി സോ ബാഡ്ലി ടയർഡ്. സോ ഞാൻ എൻ്റെ കുറച്ചും കൂടി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫിനിഷ്ഡ് ദാറ്റ്. ആൻഡ് ഐ തോട്ട് ഐ ജസ്റ്റ് ഗോ ഹാവ് എ ബാത്ത് ആൻഡ് കുക്ക് സംതിങ് വെരി ലൈറ്റ്. ആൻഡ് പിന്നെ കിടന്നുറങ്ങാം. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെയാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് അപ്പോൾ ഞാൻ വിചാരിച്ചു സോ തൽക്കാലത്തേക്ക് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം എന്ന് ഞാൻ വിചാരിച്ചു. ബിക്കോസ് എനിക്കിത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഐ വോണ്ട് ടു നോ ദ റിയാക്ഷൻ, അല്ലെങ്കിൽ കമൻറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ടേക്ക്. സോ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് നിർത്താണ്. എനിക്കറിയാം ഒരുപാട് തെറ്റുകളുണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോസ് ആണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്തൊക്കെയാണ് എവിടേക്കാണ് മിസ്റ്റേക്സ്. സോ ദാറ്റ് ഐ കൻ ഇംപ്രൂവ് ദ നെക്സ്റ്റ് ടൈം. അപ്പോൾ so this was just my first video, and I will try to improve the content as well as my video quality the next time whenever I make it. So if you ishtapidanenge, please do subscribe, like and share. So bye bye, and thank you for watching. Thank you so much. Bye bye.